പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന്റെ ഒരു റെസിപ്പിയാണ്. ഇത് ഒരു ഗുജറാത്തി ഡിഷാണ്. പൊതുവെ അറിയപ്പെടുന്നത് സൂററ്റ് സ്പെഷ്യൽ, സൂററ്റി കോൾഡ് കൊക്കോ എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വേർഷനാണ് ഞാൻ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ചൂട് സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണം കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഇതാണ്. എന്റെ കയ്യിൽ വേറെ ബ്രാൻഡും ഉണ്ട്, പക്ഷെ ഞാൻ മറ്റേത് ഓൾറെഡി പൊട്ടിച്ച് കുറച്ച് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇതാ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് ബ്രാൻഡ് എങ്ങനെ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കൊക്കോ പൗഡറിൽ ഞാൻ അൺസ്വീറ്റൻഡ് എന്ന് എഴുതിയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കൊക്കോ പൗഡർ ഈ ചെറിയ സ്പൂണാണ്, ടീസ്പൂൺ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കോൺഫ്ലോർ, അതായത് ചോളത്തിന്റെ പൊടി 2 ടീസ്പൂൺ. പാല് 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ കപ്പിന് 2 കപ്പാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്നും, നിങ്ങൾക്ക് തണുത്ത പാല് വേണം, ചൂടുപാല് വേണം, തിളപ്പിച്ച പാല് വേണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇത് വീണ്ടും ചൂടാക്കി തിളപ്പിക്കാനൊക്കെ ഉള്ളതാ. അപ്പൊ അതനുസരിച്ച് എടുത്താൽ മതി. നമുക്ക് ആദ്യം ഇതിന് ലേശം പാലെടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പം അത് റെഡിയായി. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ഇടാമേ. ആദ്യം ഇട്ടിട്ട് കുറവാണെങ്കിൽ പിന്നെ വേണേലും ഇട്ട് കൊടുക്കാം. പക്ഷെ അത്യാവശ്യം മധുരം വേണം ഇതിന്. ഇപ്പൊ 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകട്ടെ. ഇപ്പൊ പാല് ചൂടായി. ഞാനിപ്പോൾ കാച്ചി വെച്ചിരുന്ന പാലാണ്. അതുകൊണ്ട് ഒന്ന് ചൂടാകുമ്പോഴേ ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ കാച്ചാത്ത പച്ചപ്പാലാണെന്നുണ്ടെങ്കിൽ അത് തിളച്ച ശേഷം ഒഴിച്ചാൽ മതിയേ. തീ ഒന്ന് കുറച്ച ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഇത് നല്ല കൊഴുത്തൊന്ന് നല്ല കട്ടിയാവണം. ദേ ഇപ്പൊ തന്നെ ഇതായി തുടങ്ങി. കട്ട കെട്ടാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പാല് വേണമെങ്കിൽ ഈ പറഞ്ഞ അളവിന് കുറച്ചുകൂടി എടുക്കാം, കുഴപ്പമില്ല. ഇത് നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ നല്ല കട്ടിപ്പരുവത്തിന് കിട്ടണം. അതാണ് അതിന്റെ അളവെന്ന് പറയുന്നത്. മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ മധുരം വേണം. ഇതിപ്പോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഓഫ് ചെയ്യുക. ഇതാണ് പരുവം. ഇത് നിങ്ങൾക്ക് ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അതല്ല ഇനിയിപ്പോ തണുപ്പിച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. കാരണം തണുപ്പ് കൂട്ടാൻ പറ്റാത്തവർക്ക് ഇത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഹോട്ട് ചോക്ലേറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്നും. ഇനി ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയ ശേഷം ലേശം ഒന്ന് തണുത്ത ശേഷം ഒരു ഗ്ലാസ്സിൽ 2 or 3 ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇത് ഒഴിച്ച് നമ്മൾ ചായ ആറ്റത്തില്ലേ അതുപോലെ ആറ്റി അതിന്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ചേർക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് 3 or 4 മണിക്കൂർ തണുപ്പിച്ച ശേഷം അങ്ങനെ യൂസ് ചെയ്യാം. ഇനി പെട്ടെന്ന് തണുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10 or 15 മിനിറ്റ് നിങ്ങൾ ഇടയ്ക്ക് നോക്കണം. ഫ്രീസറിൽ ഐസ് പോലെ കട്ടയാവുന്നു, അങ്ങനെ ആവരുത്. പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാൻ ആ പരുവത്തിന് നിങ്ങൾ നോക്കി ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താലും മതി. ഒരു 10 or 15 മിനിറ്റ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ സൂററ്റ് സ്പെഷ്യൽ സൂററ്റി മിൽക്ക് ഷേക്ക്. അപ്പോ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിൽ വെച്ച് 15 മിനിറ്റ് ഒന്ന് പെട്ടെന്ന് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോ ഇത് നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റിയിലും ഡിപ്പെൻഡ് ആണ്. 15 മിനിറ്റ് ആണോ, ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 4 മണിക്കൂർ വേണോ 5 മണിക്കൂർ വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റിയിലും ഡിപ്പെൻഡ് ആകും. നിങ്ങൾക്ക് എത്രയും തണുപ്പിച്ചെടുക്കണോ അത്രയും തണുപ്പിച്ചു. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം ഇടാം. പിന്നെ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതിടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.